മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ദൈവം മനുഷ്യരെ നോക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. ജനമൊന്ന്, അവർക്ക് ഭാഷയും ഒന്ന്, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എപ്രകാരമാണെന്നും നമ്മൾ ഐക്യമത്യപ്പെട്ട് നിന്നാൽ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ ആ ഭവനത്തിലുള്ളവർ ഐക്യമത്യതയോടെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകുകയില്ല. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിലുള്ളവർ ഐക്യമത്യതയോടെ നിന്നാൽ ആ സഭ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. ഒരു ദേശത്തെ, ഒരു രാജ്യത്തെ ജനങ്ങളെ നോക്കി പറയുകയാണെങ്കിൽ അവർ ഒന്നും, അവരുടെ ഭാഷയൊന്നുമാണെങ്കിൽ അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. കാരണം ദൈവം മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഈ വേദഭാഗം ഇവിടെ മനുഷ്യൻ തങ്ങൾക്ക് തന്നെ പേരുണ്ടാക്കേണ്ടതിന് വേണ്ടി ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുന്നുണ്ട്, ബാബേൽ ഗോപുരം. എന്നാൽ ദൈവം അതിൻ്റെ പണി അത് മുടക്കുന്നത് നമുക്ക് കാണാം. ദൈവം അവിടെ ഭാഷ ചിഹ്നിക്കുക. കാരണം ഇവരുടെ പണി തങ്ങൾക്ക് തന്നെ പേരുണ്ടാക്കാനും ദൈവത്തിനെതിരെ ഉള്ളൊരു മത്സരവുമായി ആ നിർമ്മാണം മാറി. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ദൈവഹിതപ്രകാരം ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് പണിയുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ കരം കൂടി നമ്മളോട് കൂടെ നിൽക്കുമെന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. കാര്യം ജനമൊന്നും ഭാഷയൊന്നും, സംസാരിക്കുന്ന മലയാളം, ഇംഗ്ലീഷ് അല്ലെ തമിഴ് ഭാഷയല്ല പറയുന്നത്. അവരുടെ ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവും അസാധ്യമാകുകയില്ല. ഇന്ന് ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി, ചില ബിസിനസ്സുകളെ നോക്കി, ചില പ്രസ്ഥാനങ്ങളെ നോക്കി ഞാൻ ഈ വചനം കൈമാറുക. ഒരുമിച്ച് നിന്നാൽ ദൈവഹിതപ്രകാരം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്യഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വ്യഥ ജാഗരിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് കർത്താവിനോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരം ഒരുമിച്ച് നിന്നാൽ നിങ്ങളെക്കൊണ്ടും വലിയവ ചെയ്യിപ്പാൻ സ്വർഗത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് ഈ സമയം പങ്കുവെക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.